Hi friends, welcome back to Vibe World. നമ്മുടെ ഇന്നത്തെ വീഡിയോ AI കുറിച്ചാണ്. നമുക്ക് AI യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു കാർട്ടൂൺ വീഡിയോ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് അടിപൊളി നമുക്ക് കാർട്ടൂൺ നമുക്ക് AI ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു കാട്ടിൽ ചിപ്പി എന്നു പേരുള്ള ഒരു ചെറിയ അണ്ണാൻ ജീവിച്ചിരുന്നു. ചിപ്പിക്ക് വലിയ കുറ്റിച്ചെടി പോലുള്ള വാലുണ്ടായിരുന്നു. കൂടാതെ കാടിന്റെ എല്ലാ മുക്കും മൂലയും പര്യവേക്ഷണം ചെയ്യാൻ ചിപ്പി വളരെ ഇഷ്ടപ്പെട്ടു. ഒരു സുപ്രഭാതത്തിൽ ചിപ്പി ശീതകാലത്തിനായി ഉണക്കമുന്തിരി ശേഖരിക്കുമ്പോൾ സഹായത്തിനായുള്ള മങ്ങിയ നിലവിളി അവൻ കേട്ടു. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. ശബ്ദത്തെ തുടർന്ന് ഒരു കുസൃതി കുറുക്കൻ സ്ഥാപിച്ച വലയിൽ കുടുങ്ങിയ ലീറ്റി എന്ന ചെറിയ പക്ഷിയെ ചിപ്പി കണ്ടെത്തി. രണ്ടാമതൊന്ന് ആലോചിക്കാതെ ലീറ്റി ഫ്രീ ആകുന്നതുവരെ ചിപ്പി നെറ്റിൽ കടിച്ചു മുറിക്കാൻ തുടങ്ങി. ചിപ്പിയുടെ ഈ സഹായം കണ്ട് നന്ദിയുള്ള ലീറ്റി ചിപ്പിയെ വനത്തിലൂടെ ഒരു മാന്ത്രിക സവാരിക്ക് കൊണ്ടുപോകാൻ വാഗ്ദാനം ചെയ്തു. അവർ ഒരുമിച്ച് ഉയരമുള്ള മരങ്ങളുടെ മുകളിലൂടെ അവർ ചാടിക്കളിച്ചും പറന്നു ആസ്വദിച്ചു. തിളങ്ങുന്ന നദിക്ക് സമീപം താഴേക്ക് ഒഴുകി മഴവില്ല് കണ്ടു ആസ്വദിച്ചു. അവർ മടങ്ങിയെത്തിയപ്പോൾ അത്ഭുതകരമായ സാഹസികതയ്ക്ക് ചിപ്പി ലീറ്റിക്ക് നന്ദി പറഞ്ഞു. അന്നുമുതൽ ചിപ്പിയും ലീറ്റിയും എപ്പോഴും പരസ്പരം കാണുകയും കാടിന്റെ ഭംഗി ഒരുമിച്ച് ആസ്വദിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ അവരുടെ സൗഹൃദം പൂവണിഞ്ഞു. ആവശ്യമുള്ള സമയങ്ങളിൽ പരസ്പരം സഹായിക്കാൻ യഥാർത്ഥ സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ടെന്ന് നമ്മളെ എല്ലാവരെയും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോയിൽ കാണിച്ചത് ഒരു AI വീഡിയോ ആണ്. അത് ഞാൻ AI ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു വീഡിയോ ആണ്. പക്ഷെ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതും വളരെ മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു മലയാളം AI ഉപയോഗിച്ചാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് വീഡിയോ പ്രോസസ്സും ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെറിയ ലെന്തി ആയിരിക്കും. കാരണം നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹേലിയോ AI.video എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ചൈനീസ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേറ്റ വേർഷനാണ്. പക്ഷേ നമുക്ക് അടിപൊളി ക്വാളിറ്റിയുള്ള വീഡിയോസാണ് നമുക്ക് ഇതിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ കാണുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചില വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ കിട്ടും. പക്ഷെ ചില വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. ചില വീഡിയോസൊക്കെ നമ്മൾ ഇവിടെ ഇതുകൊണ്ട് ഇതൊക്കെ 2 വാലുള്ള അണ്ണാനൊക്കെ ഇവിടെ നമുക്ക് കിട്ടി. പക്ഷെ അതൊന്നും കറക്റ്റ് അല്ലല്ലോ. ഇത് കണ്ടോ, കാണിക്കാം. ഇതൊന്നും കറക്റ്റ് അല്ലല്ലോ. അപ്പോൾ നമുക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇവിടെ ടൈമിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് അറ്റ് എ ടൈം 3 ജോബ്സ് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ആക്ഷൻസ് എന്ന് വെച്ചാൽ പ്രോംപ്റ്റ്. നമ്മൾ ഇതുപോലെ ആക്ഷൻ കൊടുക്കുന്നു, അതുപോലെ ക്യാരക്ടർ എന്താണെന്ന് മെൻഷൻ ചെയ്യുന്നു. പിന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന രീതി പോലെ ഇരിക്കും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടാൻ. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇത് വെച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ എഡിറ്റിംഗ് സ്കില്ല് പോലെ ഇരിക്കും നമ്മളത് വീഡിയോ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് വോയിസ് വേണം. വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തത് മൈക്ക് മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. ഇത് അടിപൊളി ഒരു വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ വോയിസ് കിട്ടും. മലയാളം എടുത്തു. അപ്പോൾ നമുക്ക് വോയിസ് ശോഭനയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ശോഭനയുടെ ഒരു സാമ്പിൾ വോയിസ് നമുക്കിവിടെ കേൾക്കും. സ്പോർട്സ് വെറും കളികളേക്കാൾ കൂടുതലാണ്. നമുക്ക് ഈ സാമ്പിൾ വോയിസ് നമുക്ക് കേൾക്കാം. ഏതാണ് ഇഷ്ടമുള്ളത് അത് നമുക്ക് എന്നിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്ത സൈറ്റാണ് നമ്മുടെ മലയാളത്തിലുള്ള ഒരു AI ആണ് കേട്ടോ. ഇത് അടിപൊളി ഒരു AI ആണ്. ഇവിടെ നമുക്ക് മലയാളം സെലക്ട് ചെയ്യുക.
malayalam.ai എന്നാണ് എൻ്റെ പേര്. മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ നീല ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം, എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നിട്ട് ചോദിക്കാം, എനിക്കൊരു ആനിമേഷൻ കിഡ് സ്റ്റോറി പറഞ്ഞു തരാമോ? ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. എനിക്ക് കുട്ടികളില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്കായി ഒരു കഥ ഉണ്ടാക്കാം. ഒരിക്കൽ ഒലിവർ എന്ന ജ്ഞാനിയായ ഒരു മൂങ്ങ മന്ത്രവാദ വനത്തിൽ താമസിച്ചിരുന്നു. ഒലിവർ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും വലിയ ജ്ഞാനത്തിനും ദയയ്ക്കും പേരുകേട്ടവനായിരുന്നു. ഒരു ദിവസം കാണാതെ പോയ ഒരു മാൻകുട്ടി കാട്ടിലേക്ക് അലഞ്ഞു നടന്നു. ഒലിവർ തന്റെ ചിറകിനടിയിൽ മാൻകുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി. ആ വഴിയിൽ അവർ പല വെല്ലുവിളികളും നേരിട്ടു. അവർ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു. ഒടുവിൽ അവർ മാനിന്റെ കുടുംബത്തെ കണ്ടെത്തി. കാട് അവരുടെ പുനഃസമാഗമത്തിൽ സന്തോഷിച്ചു. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ശക്തിയെ ആഘോഷിച്ചു. സ്റ്റോറി ഇത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ സ്റ്റോറി നമുക്ക് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മളൊരു നോട്ട് പാഡ് എടുത്ത് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പേസ്റ്റ് ചെയ്ത സ്റ്റോറിയുടെ ഓഡിയോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മലയാളം ഓഡിയോയ്ക്ക് വേണ്ടി നമ്മളിത് കോപ്പി ചെയ്തതിന് ശേഷം മൈക്ക് മോൺസ്റ്റർ എന്ന് പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ചെല്ലുക. എന്നിട്ട് മലയാളം സെലക്ട് ചെയ്യുക. നമുക്ക് സ്പീച്ചിന് വേണ്ടി നമുക്ക് ഈ ശോഭന എന്ന് പറയുന്നത് എടുക്കുക. സാമ്പിൾ വോയിസ് നമുക്ക് കേൾക്കണമെങ്കിൽ ഇവിടെ കേൾക്കാം. സ്പോർട്സ് വെറും പാചകം എന്നൊക്കെ. അപ്പോൾ ശോഭനയാണ് ഇതിൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോ ഇവിടെ ജനറേറ്റ് ആയി വരും. നമുക്ക് അപ് ടു 300 ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടെ ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ പ്രീമിയം പ്ലാൻ എടുക്കണം. ഇത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ലൈബ്രറി സേവ് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കണം. അപ്പോൾ നമ്മുടെ ഓഡിയോ റെഡിയായി. എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റെഡി ആകുന്നതിന് വേണ്ടി നമ്മുടെ കോപ്പി ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ ടെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ കോപ്പി ചെയ്ത് നമ്മുടെ AI വെബ്സൈറ്റിലേക്ക് വന്ന് നമുക്ക് ഇതുപോലെ നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കാം. ആക്ഷനും ക്യാരക്ടറും ഒക്കെ എത്ര ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നു അതുപോലെ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ജോബ്സ് ഇവിടെ പ്രോസസ്സിംഗ് ആണ്. ചില ജോബ്സ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വോളിയം പോലെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു 1 hour ഒക്കെ എടുക്കും, ചിലപ്പോൾ ഒരു 30 minutes, ചിലപ്പോൾ 9 minutes, അങ്ങനെയൊക്കെയാണ് ഇവിടെ ടൈം എടുക്കുന്നത്. ഇവിടെ ഒരു ജോബ് കൊടുത്തതിൻ്റെ ഒരു സ്റ്റാറ്റസ് പോലും ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല, കാരണം ഓൾറെഡി ഇത് സെർവർ ബിസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് അറ്റ് എ ടൈം 3 jobs റണ്ണും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട വീഡിയോ നമ്മൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈബ്രറി സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ ജനറേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്ത ഒരു സ്ക്രീൻ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.